السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നന്മകൾ ചെയ്തുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഖാലിഖായ റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വീടാകുന്ന സ്വർഗലോകത്തേക്ക് എത്തുകയും അവിടെ അള്ളാഹുവിൻ്റെ ലിഖാഇന് പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടായിരിക്കില്ല. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി ധാരാളം നന്മകൾ ചെയ്യണം എന്നും നാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നന്മകൾ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാൻ, സുഹൃതങ്ങൾ വേണ്ടതുപോലെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത നാം മറക്കുന്നില്ല. എന്നാൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ നന്മകൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട നിർബന്ധമായി ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നിർബന്ധമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെല്ലാം നിർബന്ധപൂർവം തന്നെ നാം സമയാസമയം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ബാധ്യത എന്നോണം നാം മനസ്സിലാക്കിയിട്ട് ധാരാളം സുന്നത്തുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. അത് ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ, വലിയവരായാലും ചെറിയവരായാലും സ്ത്രീകളായാലും എല്ലാവരും, ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഈ ജീവിക്കുന്ന ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് നശ്വരമായൊരു ജീവിതമാണ്, അവസാനിക്കും. എന്നാൽ കാലകാലം അനന്തമായി നശിക്കാത്ത ഒരു ലോകത്തേക്ക് മടങ്ങിപ്പോകും എന്നുള്ള വിശ്വാസമുള്ളവരാണ് നമ്മിൽ ഓരോരുത്തരും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണം. അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാവും. അങ്ങനെ സ്വർഗലോകത്തേക്ക് എത്തുകയും അവിടെ അള്ളാഹുവിൻ്റെ ലിഖാഇന് നമുക്ക് സാധിക്കുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഫർളായ കാര്യങ്ങൾ അത് നിർബന്ധമായി തന്നെ നമ്മൾ ചെയ്തു തീർക്കും. പല ആളുകളും നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പിന്നോട്ടാണ്. ചില നിസ്കാരങ്ങൾ ഒഴിവാക്കിയാൽ പിന്നത് ഖളാ വീട്ടാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഫർള് നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഖളാ വീട്ടുക. ഖളാ വീട്ടിയാൽ മാത്രം പോരാ, അതിൽ കുറ്റത്തിൽ നമ്മൾ ഒഴിവാകൂല. നമ്മൾ ആ ഖളാ വീട്ടിയതിൻ്റെ ശേഷം നമ്മൾ തൗബ കൂടെ ചെയ്യേണ്ടതുണ്ട്. പൊറുക്കലിനെ തേടണം. ഇത് വളരെ ഗൗരവത്തോടുകൂടെ മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിച്ചൊരു വിഷയമാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഫർളായ കാര്യങ്ങൾ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റും. അതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയ ബാധ്യത എന്നോണം നമ്മൾ നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുകയും അവൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടി ഒരു മനുഷ്യന് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ 24 മണിക്കൂറും അവന് സുന്നത്തുമായി ബന്ധപ്പെടാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം, ഒരു ദിവസം തന്നെ ധാരാളം സുന്നത്തുകളുണ്ട്. നമ്മളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ സുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ തന്നെ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകളും നമ്മൾ നിർവഹിക്കും. ആ സുന്നത്തുകൾ തന്നെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, സുന്നത്ത് നിസ്കാരത്തിൽ ചില ആളുകളൊക്കെ കരുതിയത് ഫാത്തിഹ സൂറത്ത് മാത്രം ഓതിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ എവിടെയുമില്ല. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്തും ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതണം. പക്ഷെ നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടെന്താ, സുന്നത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിൻ്റെ ശേഷം ഫാത്തിഹ ഓതുക, റുക്കൂ ചെയ്യുക, ഇഅ്തിദാലും സുജൂദും ചെയ്ത് സലാം വീട്ടുക എന്നുള്ളതാണ്. അതല്ല, സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ
അള്ളാഹ് നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ കർമ്മങ്ങളൊക്കെ അതിനും ചെയ്യാനുണ്ട്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ധാരാളം സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ചെല്ലുമ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ആ സുന്നത്തിനൊന്നും പൂർണ്ണത ലഭിക്കുകയില്ല. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. സാധാരണ നിസ്കരിക്കുന്ന പോലെ അത്തഹിയാത്തും സ്വലാത്തും അതിൻ്റെ ശേഷമുള്ള ദുആവും ഒക്കെ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫഖഹാവ് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ധാരാളം സുന്നത്തുകളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ അവന് രാത്രിയാകുന്നത് വരെ, കിടക്കുന്നത് വരെ ഒരുപാട് സുന്നത്തുകൾ, ചെറിയ ചെറിയ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ധാരാളം സുന്നത്തുകൾ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഉണർന്ന് എഴുന്നേറ്റ ഉടനെ പല ആളുകളും പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് ജീവിതത്തിൽ പകർത്തൂല. ഒരു ദിക്ർ ചൊല്ലാനുണ്ട്, ആ ദിക്ർ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ പകർത്താറുണ്ടോ? വളരെ അപൂർവം ചില ആളുകൾ അത് ചൊല്ലാറുണ്ട്. എന്നാൽ ആ ദിക്ർ നമ്മൾ ചൊല്ലണം. ചെറിയ സമയം കൊണ്ട് ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്നുള്ള ദിക്ർ ചുരുങ്ങിയ ചെറിയൊരു സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ആ ചെയ്യലോടുകൂടെ, ദിക്ർ ചൊല്ലലോടുകൂടെ പിശാചിൻ്റെ ഒരു കെട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോവുകയാണ്. 3 കെട്ട് പിശാച് നമ്മുടെ ശരീരത്തിൽ കെട്ടും. ആ സമയത്ത് ഒരു കെട്ട് ഈ ദിക്ർ ചൊല്ലലോടുകൂടെ അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ദിക്ർ നമ്മൾ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. അതിന് കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം മതി. ഉണർന്ന് എഴുന്നേറ്റിരുന്ന ഉടനെ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. സുബഹിയുടെ മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും നാം ഓരോരുത്തരും എഴുന്നേൽക്കണം. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യണം. ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഇതൊക്കെ വലിയ നേട്ടമുള്ള കാര്യങ്ങളാണ്. സുബഹിയുടെ മുമ്പ് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അപ്പം നമ്മൾ സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. ചില ആളുകളൊക്കെ കരുതിയത് പകല് എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചത് മുതലാണ് പകലുണ്ടാവുക എന്ന്. അല്ല, ശരിക്കും പകല് എന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് ബാങ്കിൻ്റെ സമയം പ്രവേശിച്ചതോടുകൂടെ രാത്രി ആരംഭിക്കും. സുബഹി ബാങ്കിൻ്റെ സമയം പ്രവേശിച്ചതോടുകൂടെ രാത്രി അവസാനിക്കും. പിന്നെ നമ്മൾ സൂര്യൻ ഉദിച്ചിട്ടേ പകലാവൂ എന്നല്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ സുബഹി നിസ്കാരം ഖളാ ആവൂല എന്നുള്ളതേ ഉള്ളൂ. പകല് എന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത് മഗ്രിബോട് കൂടെ തുടങ്ങി സുബഹി ബാങ്കോട് കൂടെ സമയം പ്രവേശിക്കലോടുകൂടെ രാത്രി കഴിഞ്ഞു. പിന്നെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? കിടന്നുറങ്ങാൻ പാടില്ല, രാത്രിയാണെന്ന് കരുതിയിട്ട്. നമ്മൾ സുബഹി ബാങ്കിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഉണരണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം പല ആളുകളും പറയും, ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്നും വിചാരിക്കും സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ഖുർആൻ ഓതണം എന്നൊക്കെ ചിന്തിക്കും, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളത്. അധികം ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നേരത്തെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കും, അലാറൊക്കെ വെക്കും, പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല. അലാറടിച്ച് എഴുന്നേറ്റാൽ തന്നെ വീണ്ടും നമ്മൾ അവിടെ കിടക്കുക, മടിയാവുക. അപ്പോൾ ഇതിനൊക്കെ പല കാരണങ്ങളും ഉണ്ട്. ഏതായാലും ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന, ഒരു ശരീരത്തിന് ഉന്മേഷം വേണം, എനർജി വേണം, ആരോഗ്യം വേണം, ഇവരൊക്കെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഓരോ സുന്നത്തുകളെക്കുറിച്ചും നമുക്ക് പറയണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലണം. അത് ചൊല്ലാതെ ഇനിയുള്ള ദിവസം
ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഏതാനും ചില കാര്യങ്ങൾ, അഥവാ നമുക്ക് സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കണം എന്ന് ഉണ്ടെങ്കിൽ, എനിക്ക് നന്മകൾ ധാരാളം ചെയ്യണം എന്ന താല്പര്യമുണ്ടെങ്കിൽ, അതിന് താല്പര്യമുള്ള ആളുകൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് എഴുന്നേൽക്കാനും ആരാധനകൾ നിർവഹിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു അടിമക്കും ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി, എഴുന്നേറ്റ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. രണ്ടാമത്തെ കാര്യം ആത്മാർത്ഥതയാണ്. നമ്മുടെ ഖൽബ്, ആ ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. അപ്പം നമ്മൾ ഈ ആത്മാർത്ഥമായിട്ടാണോ എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്, നന്മകൾ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടാണോ എന്നുള്ളത് അല്ലാഹുവിന് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എനിക്ക് സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കണം, എനിക്ക് നന്മകൾ ചെയ്യണം എന്ന ആ ഒരു തീരുമാനം ആത്മാർത്ഥതയോടുകൂടെ ആയാൽ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കും. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകും. അതിനാണ് രണ്ടാമത് പറഞ്ഞത് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. മൂന്നാമത് പറഞ്ഞത് ദൃഢനിശ്ചയമാണ്. അവൻ കിടക്കുന്ന സമയത്ത് തന്നെ ഉറപ്പിക്കണം, ഞാൻ നാളെ സുബഹിയുടെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് അവനുണ്ടായിരിക്കും. എണീറ്റാൽ നമുക്ക് ചെയ്യാം എന്നുള്ള ആ രൂപത്തിലാകരുത്, മറിച്ച് ഞാൻ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കും എന്നുള്ള ഉറപ്പോടു കൂടെ തന്നെ നമ്മൾ കിടക്കുക. അങ്ങനെ ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആ സമയത്ത് എഴുന്നേൽക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. പിന്നൊന്ന് അവിടെ പിന്നെ മറ്റൊന്ന് പറയുന്ന നാലാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ ഈ സുബഹി നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പ് ചെയ്യുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒക്കെ മഹത്വങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ രാവിലെ സുബഹിയുടെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ എഴുന്നേറ്റാൽ തന്നെ ചിലപ്പം പിശാച് നമ്മൾ അവിടെ തന്നെ കിടക്കും. അങ്ങനെ വീണ്ടും കിടക്കണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ സുബഹി നിസ്കാരത്തിൻ്റെ മഹത്വം, ആ നിസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച്, സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ്, സുബഹിയുടെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെ, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ പ്രതിഫലത്തെക്കുറിച്ച്, ഈ സമയത്ത് ഖുർആൻ ഓതിയാൽ ദിക്റുകൾ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അതിന് വലിയ മഹത്വം അല്ലാഹു തആല നൽകും എന്ന് നമുക്കറിയാം. ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയ മഹത്വം നമുക്ക് കിട്ടാൻ പോവുകയാണ്. ഈ കിടന്നാൽ അത് കിട്ടൂല. അപ്പം നമ്മൾ അവിടെ നാലാമതായി ശ്രദ്ധിക്കേണ്ട സുബഹിയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കും. അത് നിർവഹിച്ചാൽ കിട്ടുന്ന കൂലികളെക്കുറിച്ച്, മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച്, ഇതൊക്കെ ആലോചിച്ചാൽ പിന്നെ നമുക്കവിടെ കിടക്കാൻ കഴിയില്ല. അപ്പം അതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദോഷങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണം. ദോഷങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല, പ്രയാസമായിരിക്കും. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ മഹാനവറുകളെ, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വെള്ളവും അതുപോലെ തന്നെ മറ്റൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടാണ് ഞാൻ പോവാറുള്ളത്. അങ്ങോട്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോകുമ്പം സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യം വെച്ചിട്ട് ഞാൻ വെള്ളം കൊണ്ടുപോയി വെക്കും, മറ്റു കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് മടിയാവാണ്. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നത്, ഇതിനെക്കുറിച്ച് മറുപടി, നിങ്ങൾ ദോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ദോഷങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി വരുന്നത് എന്നുള്ളതാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ദോഷങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നന്മകൾ ചെയ്യാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം, സുബഹിയുടെ മുമ്പുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ ദോഷികളായ ആളുകൾക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്
രാത്രി നമ്മൾ ഉറങ്ങുമല്ലോ. ഉറങ്ങുന്ന സമയത്ത് മര്യാദകൾ പാലിച്ചുകൊണ്ട് കിടന്നുറങ്ങും. ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കണം. ആ ഉറങ്ങാൻ പോകുന്ന സമയത്തുള്ള ദിക്ർ ചൊല്ലണം. എന്തെല്ലാം കാര്യങ്ങൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് നമ്മൾ കിടക്കണം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഉറങ്ങാൻ നേരത്തുള്ള മര്യാദകളുണ്ടോ അതൊക്കെ വിശദീകരിച്ച സമയം ഒരുപാട് പോകും. അതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചെയ്യേണ്ട മര്യാദകൾ, ആദാബുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഉണരാൻ കഴിയും. നമ്മൾ ആ ഒരു ഉറക്കിൻ്റെ മര്യാദകളൊന്നും ശീലിക്കാതെ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ കിടക്കുമ്പോഴാണ് നമുക്ക് ആ ഉറക്ക് വേണ്ടതുപോലെ നമുക്ക് ക്ലിയറായി കിട്ടാത്തത്. നമുക്ക് വീണ്ടും ഉറങ്ങണം, വീണ്ടും അങ്ങനെ ഒരു ക്ഷീണം ശരീരത്തിന് വരുന്നത് തന്നെ ഉറക്കിൻ്റെ മര്യാദകൾ നമ്മൾ പാലിക്കുന്നില്ല എന്നത് കൊണ്ടാണ്. അത് പാലിച്ചുകൊണ്ട് നമ്മൾ കിടന്നാൽ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ നന്മകളൊക്കെ ചെയ്യാൻ എഴുന്നേൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഇവിടെ 6ാമത് പറഞ്ഞത്. 7ാമത് പറയുന്നത് ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ്. ഭക്ഷണം അധികരിക്കും തോറും നമുക്ക് ക്ഷീണം വർദ്ധിക്കും. ക്ഷീണം വർദ്ധിക്കുമ്പോൾ നമ്മൾ ഉറക്ക് കൂടിപ്പോകും. അങ്ങനെ ഉറക്കൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയൂല. ഇനി എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചാലും അലാറം അടിക്കുന്നതൊക്കെ ശരി, നമ്മളെ ക്ഷീണം നമുക്കതിന് സാധ്യമാവുകയുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കുറക്കുക. ഭക്ഷണം കുറച്ച് നമ്മൾ കഴിച്ചാൽ നമ്മൾ അങ്ങനെ രാത്രിയിലൊക്കെ ഉറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം നമ്മൾ നേരത്തെ കഴിക്കണം. ഭക്ഷണം മഗ്‌രിബിൻ്റെ മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കും. സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് ആ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്ന് കുറേ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. എന്നിട്ട് നമ്മൾ എന്ത് പോയിട്ട് അതേപോലെ കിടക്കും. അപ്പോൾ നമുക്ക് വലിയ ക്ഷീണം നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. പല രോഗങ്ങളും നമ്മളെ പിടികൂടാൻ അത് കാരണമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഭക്ഷണം കഴിക്കുക, നേരത്തെ നമ്മൾ ഉറങ്ങാം. ഇശാ നിസ്കാരം ഒഴിവാക്കിയിട്ട് ഉറങ്ങണം എന്നല്ല പറഞ്ഞത്. നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ഉറക്കിന് നമ്മൾ സമയം വെക്കണം. കാരണം നമുക്ക് ഉറക്ക് തീരെ ഇല്ലാതായാലും ബുദ്ധിമുട്ടാണ്, രോഗങ്ങളൊക്കെ നമ്മളെ പിടികൂടും. അപ്പം നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ നമ്മൾ കിടന്നുറങ്ങുക. അപ്പം ഈ ഒരു കാര്യം ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത്, വെക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം 8ാമത് പറയുന്നത് അലാറം വെക്കുക എന്നുള്ളതാണ്. അലാറം വെക്കുക എന്നുള്ളത് നമ്മൾ അധികം ആളുകളും അലാറം വെക്കും. ചിലപ്പം അലാറം നിരന്തരം അടിച്ചുകൊണ്ടിരിക്കും. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മൾ ഉണരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വെക്കുന്നതാണ്. പക്ഷേ നമ്മളെടുക്കും ഓഫാകും, അടുത്തടിക്കുമ്പോൾ ഓഫാകും. ഇങ്ങനെ അലാറം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും അലാറം നമ്മുടെ കൈ കൊണ്ട് ഇടുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് ഓഫാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദൂരത്ത് വെക്കരുത്. ഒരു കുറച്ച് ദൂരം നമ്മൾ എണീറ്റ് പോയി നടന്നു പോയിട്ട് ഓഫാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദൂരത്ത് അലാറം വെക്കും. അല്ലാത്ത പക്ഷം അലാറം അടിക്കും, നമ്മൾ ഓഫ്. അലാറം അടിക്കും, നമ്മൾ ഓഫ്. അലാറം അതിൻ്റെ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ നമ്മളെ പണി. അപ്പം അതുകൊണ്ട് അലാറം വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ദൂരെ മാറ്റി. അതും എന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങുന്ന സമയം കൃത്യമായിട്ട് നമുക്കുണ്ടായിരിക്കും. കാരണം ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു 7 മണിക്കൂർ ഉറങ്ങിയാലും 8 മണിക്കൂർ ഉറങ്ങിയാലും 9 മണിക്കൂർ ഉറങ്ങിയാലും ചിലപ്പം ഉറക്കത്തിന് ഒരു സുഖം കിട്ടില്ല. ഭയങ്കര ഒരു ഉറക്കച്ചുവട് മാറില്ല, ക്ഷീണം ഉണ്ടാവും. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ഒന്ന് പറഞ്ഞ ഭക്ഷണത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കണം. മറ്റൊന്ന് കൃത്യമായ ഉറക്കില്ല എന്നുള്ളതാണ്. അതായത് ഉറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 1.5 മണിക്കൂർ, 3 മണിക്കൂർ, 4.5 മണിക്കൂർ, 6 മണിക്കൂർ, 7.5 മണിക്കൂർ, ഇങ്ങനെ 7, 8, 9ലേക്കൊന്നും പോകണ്ട. ഒരു 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഉറങ്ങാം. സാധാരണയായിട്ട് മഹാന്മാരൊക്കെ പറയുന്നത് കാണാൻ പറ്റും. രാത്രിയെ 3 ഭാഗമാക്കിയിട്ട് അതിൽ 2 ഭാഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഭാഗം അത് നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് നമ്മൾ നന്മകൾ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സുബഹിയുടെ മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കും. രാത്രിയെ 3 ഭാഗമാക്കുക എന്നൊക്കെ പറഞ്ഞാലും മഗ്‌രിബ് മുതൽ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയമാണ്. ഇതിനെ 3 ഭാഗമാക്കുമ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്തായാലും രാത്രി അങ്ങനെ കഴിഞ്ഞു പോകും. ഉറക്കമുണ്ടോ അല്ല ചെറിയ കളിക്കായിട്ട് അങ്ങനെ തീർന്നു പോകും. പിന്നുള്ളത് 2 ഭാഗമാണ്. പിന്നെ അതിൽ നമുക്ക് ആകെ കിട്ടുന്നൊരു ഭാഗം ഉറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കും. ഇനി ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ അലാറം വെക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം കുറച്ച് ദൂരം അത് മാറ്റി.
അല്ലാത്ത പക്ഷം നമ്മളത് ഓഫാക്കിയിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. അപ്പം അവിടെ നമ്മൾ കൃത്യമായിട്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, ഒരു മനുഷ്യന് ഒരു 1.5 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം കിട്ടിയാലേ അവൻ ആ 1.5 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റാൽ അവനൊരു ക്ഷീണം ഉണ്ടാവില്ല. 3 മണിക്കൂർ ഉറങ്ങട്ടെ, 4.5 മണിക്കൂർ ഉറങ്ങട്ടെ, 6 മണിക്കൂർ ഉറങ്ങട്ടെ, കൃത്യമായി ആ സമയം ഉറങ്ങിയാൽ അവനക്ക് ശാരീരികമായിട്ട് ഒരു ക്ഷീണം ബാധിക്കില്ല. ഉറക്കിൻ്റെ സമയം അങ്ങനെയാണ് വരിക. അതേ സ്ഥാനത്ത് 2 മണിക്കൂർ, 4 മണിക്കൂർ, അതുപോലെ തന്നെ 5 മണിക്കൂർ, 7 മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്കിൽ നിന്ന് ഉണർന്ന നമുക്ക് ഒരു സുഖവും കിട്ടില്ല. നമ്മൾ ചിലപ്പോൾ മേലൊക്കെ കഴുകി വന്നിട്ട് നമ്മൾ ഇരുന്നാലും ഭയങ്കര ഒരു സുഖം കിട്ടില്ല, നന്മ ചെയ്യാനും കഴിയൂല. അപ്പോൾ നമ്മൾ ഉറക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കി വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അലാറം വെക്കുമ്പോൾ നമ്മൾ ഉറക്കിൻ്റെ സമയം നോക്കിയിട്ട് ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങാം, എന്നിട്ട് അതിനനുസരിച്ച് അലാറം വെക്കും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഉറങ്ങാനും ഉണരാനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. പിന്നെ അവിടെ 9ാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഒരേ സമയത്ത് ഉണരുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തായാലും സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് എന്തായാലും ഉണരണം. ഇനി അതല്ല, നമുക്ക് എല്ലാ ദിവസവും സുബഹി ബാങ്കിൻ്റെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ നമുക്ക് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉണരാൻ പറ്റുമെങ്കിൽ ഒരേ സമയത്ത് ഉണരാം. അത് നമുക്ക് വലിയ ശരീരത്തിന് നല്ല എനർജി ഉണ്ടാക്കും. ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് വരാനില്ല. സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് എന്നും എണീക്കുന്ന ആളാണെങ്കിൽ എന്നും ആ സമയത്ത് എണീക്കും. അല്ല, സുബഹി എപ്പോഴാണോ അത് എപ്പം ബാങ്ക് കൊടുത്താലും, എൻ്റെ സമയം നേരത്തെ ആവട്ടെ, സമയം കുറച്ച് വൈകട്ടെ, എന്നാലും നമ്മൾ എന്നും നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് തന്നെ ഉണരാൻ ശ്രമിക്കും. അതിന് നമ്മൾ ഉറങ്ങുന്ന സമയം കൃത്യമാക്കിയാൽ മതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം 9ാമത്തെ കാര്യം ഒരേ സമയത്ത് ഉണരുക എന്നുള്ളതാണ്. പിന്നെ 10ാമത്തെ കാര്യം പറയുന്നത് നമ്മൾ വീണ്ടും ഉറങ്ങാതിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അലാറം അടിച്ച് നമ്മൾ ഉണർന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പോയാണ്ട് ഓഫാക്കിയാണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ഒരു 5 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് എണീക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഒരു 6, 7, 7.5 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. സപ്പോസ് പറയാം, ഈ മനുഷ്യന് ഈ 7.5 മണിക്കൂർ ഉറങ്ങിയതിനേക്കാളും അവന് സുഖം തോന്നിയോ? ഈ സുഖം തോന്നാം എന്ത്? 5 മിനിറ്റ് എടുക്കാൻ നമുക്ക്. കാരണം ഇബ്ലീസ് അവനെ തോന്നിപ്പിക്കും. അപ്പോൾ ആ ഒരു 5 മിനിറ്റും വരെ കിടക്കാൻ തീരുമാനിക്കും. ആ ഒരു ഉറക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീക്കാൻ കഴിയില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ, ഉണർന്നാൽ പിന്നെ നമ്മൾ കിടക്കാൻ പാടില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അലാറം നമ്മൾ മാറ്റി വെക്കണം. ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കരുത്, നമ്മൾ എണീക്കുക. പിന്നെ കിടന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാലും 10 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് ഒരു സുഖവും കിട്ടും. പിന്നെ എണീറ്റാൽ ഭയങ്കര ഒരു ടയേർഡായിരിക്കും. അത്രയും നേരം നമ്മൾ ഉറങ്ങിയെന്ന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇനി ഉറങ്ങി ആ എണീക്കുമ്പോൾ കഴിയൂല. അപ്പം നമ്മളെ കൃത്യമായിട്ട് അലാറം വെച്ച് കൃത്യമായിട്ട് ഉണരുക. ഉണർന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ കിടക്കരുത്. അതാണ് വീണ്ടും ഉറങ്ങാതിരിക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നമുക്ക് നന്മകൾ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരിക്കും. നമ്മൾ പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു 10 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സുബഹിയുടെ മുമ്പ് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് സാധിക്കും. അല്ലാതെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഉറക്കിൻ്റെ ഇതിലേക്ക് പോകും. അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ശാരീരികമായ ക്ഷീണമോ പ്രയാസമോ ഒന്നും നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സഹോദരിമാരായാലും സഹോദരന്മാരും എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം സുന്നത്തുകൾ എടുക്കാൻ കഴിയും. ഒന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ എന്നുള്ള ദിക്ർ നമ്മൾ ഇന്നത്തെ ദിവസം മുതൽ പ്രതിജ്ഞ എടുക്കുക. എല്ലാ ദിവസവും ഞാൻ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും.